നമസ്കാരം. നമ്മൾ തേക്കടിയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ശരിക്കും തേക്കടി റോസ് പാർക്ക് എന്ന് പറയുന്നത്. ഒരുപാട് റൈഡ് ഉണ്ട് ഇവിടെ കാണാനായിട്ട്. നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു സ്ഥലം ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് കേരളത്തിന് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ടൂറിസമാണ്. ഇപ്പം നമുക്കത് ഫാം ടൂറിസം നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫാം ടൂറിസമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണിത്. റോസ് പാർക്കാണ് അറിയപ്പെടുന്നത്. തേക്കടിയിലാണ് ഈ സ്ഥലമുള്ളത്. ഇവിടെ ഒരുപാട് റൈഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ എൻട്രി പാസ് 120 രൂപയാണ് വരുന്നത്. അത് കൂടാതെ അഡീഷണലി ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ കൂടിയിട്ട് ശരിക്കും 600 രൂപയുടെ ഒരു പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റൈഡിൽ കയറാനായിട്ടും ഉള്ള ഒരു അവസരമുണ്ട്. ഇവിടെയാണ് ഇതിന്റെ എൻട്രി പാസ് എടുക്കുന്ന സ്ഥലം. ഇവിടെ തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ എല്ലാവരുടെയും അവധിയായത് കാരണം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പാസ് എടുത്തതിന് ശേഷം ഇതുവഴിയാണ് അകത്തേക്ക് കയറുന്നത്. ഇവിടെ ഒരു അടിപൊളി ചിത്രശലഭത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മെറ്റലിലാണ് അവർ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും വന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം അവിടെ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഈ ചുണ്ടൻ വള്ളം അതുപോലെ വള്ളങ്ങൾ പ്രത്യേകിച്ച് താല്പര്യമുള്ള കാരണം അവരെ ആകർഷിക്കുന്ന രീതിയിലൊരു വലിയ ചുണ്ടൻ വള്ളം തന്നെ ഇണക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് നല്ല താമരക്കുളം നല്ല അടിപൊളിയായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ വലിയ ആൾക്കാർക്ക് മുതിർന്ന ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള സ്ഥലം ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് ഈ സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ഒരു അടിപൊളി ഫുഡ് കോർട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും തന്നെ ഭക്ഷണപ്രിയരായത് കാരണം ഫുഡ് കോർട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീം പാർലറും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ 20D നമുക്ക് സിനിമ കാണുന്ന പോലെ ആസ്വദിക്കാൻ പറ്റിയൊരു തിയേറ്റർ ഉണ്ട്. നമ്മൾ സാധാരണ 3D ഒക്കെ കാണുന്ന പോലെ അല്ല. 20D എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ എക്സ്പീരിയൻസസ് തരുന്ന ഒരു തിയേറ്ററാണ്. അതുപോലെ തന്നെ റോപ്പ് വേ സൈക്ലിങ്ങും ഒക്കെ ആയിട്ട് ഒരു വലിയ ഗ്രൗണ്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ സ്പൈഡർമാൻ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള ആക്ടിവിറ്റികൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഫ്രൂട്ട് ഫാമാണ് ഈ ഒരു രീതിയിൽ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് നമ്മൾ നടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഏലത്തോട്ടത്തിലേക്ക് പോകാവുന്നതാണ്. ചെറിയ ഒരു പാലം അവിടെ അറേഞ്ച് ചെയ്തിട്ട് അതുവഴി കടന്നിട്ട് വേണം നമ്മൾ ഏലത്തോട്ടത്തിലേക്ക് പോകാൻ. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് മാക്സിമം എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ അവരവരുടെ ഫാമിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ കാക്ടസിൻ്റെ ഒരു ചെറിയൊരു ഫാം ഏരിയ പോലെ തന്നെ ഒരു പോളി ഹൗസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കള്ളിമുൾച്ചെടിയുടെ വിവിധ തരത്തിലുള്ള കള്ളിമുൾച്ചെടികൾ, വളരെ വെറൈറ്റി ആയിട്ടുള്ള കള്ളിമുൾച്ചെടികളൊക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം വെഡ്ഡിങ് ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രയോജനപ്പെടുത്താൻ പറ്റിയ ഒരു സ്ഥലമാണിത്. അതുപോലെ മത്സ്യങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു നല്ല ഒരു തടാകം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ പെഡസ്ട്രിയൻ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ശരിക്കും വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു പെഡസ്ട്രിയൻ ബോട്ടിംഗ് നടത്താനുള്ള സൗകര്യം, ഒപ്പം അതിനകത്തുള്ള മീനുകളെ കാണാനുള്ള സൗകര്യം, അതിന് തീറ്റ കൊടുക്കാനുള്ള സൗകര്യം, അങ്ങനെ എല്ലാ തരത്തിലും ഒരു വളരെ മനോഹരമായ രീതിയിൽ വളരെ ആക്ടിവിറ്റികളോട് കൂടിയ രീതിയിലാണ് ഈ ഒരു ഫാം ടൂറിസം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇതുകൊണ്ട് യാതൊരു നഷ്ടം ഉണ്ടാവില്ല. നമ്മൾ 120 രൂപ എടുത്ത് ഇതിനകത്ത് മൊത്തം കാണാനായിട്ട് നടന്നാൽ പോലും യാതൊരു വിധ നഷ്ടമില്ല, ഒരു ബോറടിയും ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു റോസ് പാർക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തേക്കടി കുമളി ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. വേറെ അധികം സ്ഥലങ്ങളൊന്നും ഇവിടെ കാണാനില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളുടെ ഒരു ട്രിപ്പ് നമുക്ക് മുതലാകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങൾ മറക്കാതിരിക്കുക. ഈ റോസ് പാർക്ക് നിങ്ങൾ ഒരിക്കലും ആ സ്ഥലത്ത് പോയാൽ മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ഗുഡ് ബൈ.